ഇപ്പോൾ ശ്രീ വഴയില ഉണ്ണി ഹിന്ദു ഐക്യവേദി പ്രതിനിധി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ വഴയില ഉണ്ണി, ഇവിടെ ഈ കല്ലറ പൊളിച്ചുള്ള പരിശോധനകൾ നടക്കുന്നതിന് തടസ്സം നിന്നവർക്കൊപ്പം ഹിന്ദു ഐക്യവേദി ഉണ്ടായിരുന്നു. അതിന്റെ ഹിന്ദു ആചാരങ്ങളെ വ്രണപ്പെടുത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹിന്ദു ഐക്യവേദി അവിടെ നിലയുറപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഞങ്ങളോടൊപ്പം സംസാരിച്ച ഈ മരിച്ച വ്യക്തിയുടെ മകൻ ഹിന്ദു ഐക്യവേദിയുടെ പിന്തുണ തങ്ങൾക്കുണ്ട് എന്ന് പറയുകയും ചെയ്തു. ഒരു മരണം സംബന്ധിച്ച് സംശയമുയർന്നപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന നടപടികൾ അവിടെ നടക്കുമ്പോൾ അതിനെ ഹിന്ദു ഐക്യവേദി എതിർക്കേണ്ടുന്ന കാര്യം എന്താണ്? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഇതിലെ എന്റെ ഒരു കാര്യം ആദ്യമേ നമ്മൾ പറയുന്നത്, നമ്മൾ ഈ ഡിബേറ്റിൽ ഉപയോഗിക്കുന്ന ഒരു ചില വാക്കുകൾ കൂടെ ഒന്ന് മാറ്റം വരുത്തണം. കല്ലറ അല്ലാതെ അത് അവരുടെ വിശ്വാസം ആചാര പ്രകാരമായിട്ട് അവരുടെ സമാധി മണ്ഡപം എന്ന നിലയിലാണ് അത് അവരവരുടെ ഇഷ്ടത്തിന് പറഞ്ഞോട്ടെ. നമ്മൾ കല്ല് കെട്ടി വെച്ചിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് അല്ലല്ലോ. അല്ല, കല്ലറയെന്ന് ഉപയോഗിക്കുന്ന അതും രണ്ട് തരത്തിലാണ്. ആ ചർച്ച ഡൈവേർട്ട് ചെയ്ത് പോകണ്ട. ഞങ്ങൾക്കറിയാം, അത് ഹിന്ദു വിശ്വാസ ആചാര പ്രകാരം അതൊരു കന്യാസ്വരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സമാധി മണ്ഡപം എന്ന നിലയിലേക്കാണ് ആ ഒരു വിഷയത്തിലേക്ക് വന്നിരിക്കുന്നത്. രണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് അതിന്റെ മെറിറ്റിലേക്ക് നമ്മൾ ഇന്ന് വരാം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുടെ നടപടികളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ടാണ് ഹിന്ദു ഐക്യവേദിയുടെ ഭാഗത്തുനിന്ന് അതിൽ ഇടപെടൽ ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ നിയമപരമായിട്ടുള്ള ഒരു കാര്യം എന്ന നിലയിലേക്ക് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ സബ് കളക്ടറും അതോടൊപ്പം തന്നെ ഡിവൈഎസ്പിയും പോലീസ് ഉദ്യോഗസ്ഥരെയും നമ്മൾ നേരിൽ കണ്ട് ഈ വിഷയങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നിയമപരമായിട്ടുള്ള ഒരു പരിരക്ഷ, അതിന്റെ ഭാഗമായിട്ട് നോട്ടീസും മറ്റു കാര്യങ്ങളും നടപടികളും വ്യക്തമായിട്ടുള്ള ഒരു മൊഴിയുടെ ഭാഗമായിട്ടല്ല ആ കാര്യങ്ങൾ നടപടിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അവരുടെ മൊഴി എടുത്തുകൊണ്ട് ആ മൊഴിയുടെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളിൽ ഉണ്ടാവണം എന്ന് ഇന്ന് ഉച്ചയ്ക്ക് നടന്ന ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങളും ആ ചർച്ചയിൽ പങ്കെടുത്തതാണ്. ബഹുമാനപ്പെട്ട സബ് കളക്ടറിനോടും ഡിവൈഎസ്പിയോടും നേരിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ പറയുകയും രേഖാമൂലം അതിനനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് കാര്യങ്ങളിലേക്ക് വരണം എന്ന നിലയിലാണ് നമ്മുടെ ആ ഒരു കാര്യത്തിൽ നമ്മുടെ ഹിന്ദു ഐക്യവേദി എന്ന നിലയിലേക്ക് നമ്മൾ ആ കാര്യങ്ങൾ ഇടപെട്ടത്. അതിലൊരു കാര്യം നമുക്കറിയാം, ഇന്നത്തെ ദിവസത്തിന് ഹിന്ദു വിശ്വാസ ആചാര പ്രകാരം ഒരു പ്രത്യേക ദിവസമാണ്. നമുക്കറിയാം, ധനുമാസത്തിലെ തിരുവാതിരയാണ്. അവിടെയുമുള്ള ഒരു ശിവക്ഷേത്രമാണ്. ആ ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൂജകൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ആ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ആ ദിവസം തന്നെ ഈ ഒരു ഇഷ്യൂമായി മരണം നടന്നാൽ അപ്പൊ അവിടെ പൂജ നടക്കുവോ? ഹിന്ദു വിശ്വാസ പ്രകാരം മരണം നടന്നിടത്ത് അങ്ങനെ പൂജ നടക്കും? മരണം നടന്ന സ്ഥലത്ത് പൂജ നടന്നില്ലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥലത്തിലേക്ക് ഒരു ഹിന്ദു വിശ്വാസ പ്രകാരം അവിടെ ഒരു സമാധി നടന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. ആ സമാധിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂ ആണ് നിൽക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ അതിനനുസരിച്ച് അതിന് നിയമലംഘനവും മറ്റു കാര്യങ്ങളൊന്നും അല്ല ഞങ്ങൾ പറയുന്നത്. നിയമപരമായിട്ടുള്ള രീതിയിലേക്ക് നമുക്കറിയാം, ഭരണഘടന ഇവിടെ നിയമവിരുദ്ധമായി എന്ത് നടന്നു എന്നാണ് ഹിന്ദു ഐക്യവേദി പറയുന്നത്. നിയമപരമായിട്ട് അവരുടെ മൊഴിയെടുത്തു, സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ട് അതിനനുസരിച്ചിട്ടല്ല അവർക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്തുകൊണ്ടല്ല ഈ കാര്യങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. നോട്ടീസ് കൊടുക്കേണ്ട കാര്യമില്ല എന്നതാണ് സബ് കളക്ടർ ഇന്ന് സൂചിപ്പിച്ചത്. വേണമെങ്കിൽ ആ ഓർഡറിന്റെ ഒരു പകർപ്പ് കുടുംബാംഗങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. അത് തരുമെന്നാണോ ഇപ്പോൾ ഏറ്റിരിക്കുന്നത്? അല്ല, ഞങ്ങൾ കളക്ടറുമായിട്ട് നേരിട്ട് ചർച്ച ചെയ്ത ആളാണ്. ഞാനൊരു പങ്കെടുത്തതാണ്. നെടുമങ്ങാട് ഡിവൈഎസ്പി ഓഫീസിൽ ഞങ്ങൾ കളക്ടറുമായിട്ട് നേരിട്ട് ചർച്ച ചെയ്ത സമയത്ത് ഞങ്ങൾ ഈ ആർഗ്യുമെന്റ് ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് പോലീസ് എടുത്തിരിക്കുന്ന മൊഴിയുടെ ഭാഗത്തില് അവരുടെ മക്കളുടെ ഭാഗത്തു നിന്നുള്ളതിനനുസരിച്ചിട്ടുള്ള ഒരു മൊഴിയല്ല എങ്കിൽ അങ്ങനെ എന്തുകൊണ്ടാണ് പോലീസ് 3 മണിക്കൂർ എടുത്തുകൊണ്ട് എന്തുകൊണ്ടാണ് പോലീസ് വീണ്ടും ഇവർ രണ്ടുപേരുടെ മൊഴി എടുക്കാൻ തയ്യാറായത്? എന്തുകൊണ്ടത് നേരത്തെ അത് തയ്യാറായില്ല? ഇന്ന് എന്തുകൊണ്ട് ഈ ചർച്ച മൊഴിയെടുക്കണം എന്നുള്ളത് മാത്രമായിരുന്നു നിങ്ങളുടെ പരാതി? അല്ല, മൊഴിയെടുക്കണം എന്നുള്ളതല്ല, അല്ല, നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള നടപടികൾ. വളരെ ഒരു ദിവസം പെട്ടെന്ന് വന്നിട്ട് നമ്മുടെ ഇത് ഒരു പരാതിയുണ്ട്, ഒരു മിസ്സിംഗ് കേസുണ്ട്, അതിന്റെ ഭാഗമായിട്ട് ഈ നടപടിയിലേക്ക് വരികയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും നിങ്ങൾ ചൂണ്ടിക്കാട്ടിയ നടപടികൾ പൂർത്തിയാക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം എപ്പോഴാണോ അവർ നിശ്ചയിക്കുന്നത് ആ ദിവസം ആ കല്ലറ തുറന്നുള്ള പരിശോധനയ്ക്ക് നിങ്ങൾ എതിരെ നിൽക്കില്ല? അല്ല, നിയമപരമായിട്ടുള്ള ഒരു പരിരക്ഷയുടെ ഭാഗമായിട്ടുള്ള കാര്യത്തിലാണ് ഞങ്ങൾ അതിനകത്ത് ഇടപെട്ടിട്ടുള്ളത്. ഒരു വിശ്വാസത്തിന്റെ ആചാരത്തിന്റെ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിന്റെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹിന്ദു വിശ്വാസ സമൂഹം നമ്മോടൊപ്പം ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഹിന്ദു സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യമാണ് അവിടെ നടന്നത്? ഒരു കുടുംബം ഒരു അച്ഛൻ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു മനുഷ്യനെ ആരെ അറിയിക്കാതെ പാതിരാത്രി ആ രീതിയിൽ
അടക്കം ചെയ്ത വിഷയമാണ്. അതിനെ ഹിന്ദു ആചാരം, ഹിന്ദു അതൊരു മറ്റൊരു ഭാഗത്തൊരു ഇഷ്യൂ എന്ന് പറയും. ഞങ്ങളതിൽ പറയുന്നത് ആരെ അറിയിക്കാതെ എന്നുള്ളതല്ല. അദ്ദേഹം കഴിഞ്ഞ 50 വർഷം 60 വർഷമായിട്ട് ഒരു സന്യാസി തുല്യനായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം സമാധിയായി എന്നുള്ളൊരു തരത്തിലുള്ള കാര്യമാണ് അതിനകത്ത്. സമാധിയായി ആ സമാധി അദ്ദേഹത്തെ സമാധി ഇരുത്തിയ സ്ഥലം സമാധി മണ്ഡപമായി അവരുടെ കുടുംബം കരുതുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചിട്ടുള്ളത് അതൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മെറിറ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള നടപടി അന്വേഷണങ്ങളും മറ്റു ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ്. അല്ല, ഇതിപ്പോ ഇത് പൊളിച്ചുള്ള പരിശോധന അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നതാണല്ലോ അറിയേണ്ടത്. അതിലാണല്ലോ സംശയം നിൽക്കുന്നത്. രാത്രി നിയമപരമായിട്ടുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോട്ടെ. അപ്പോൾ അതിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല. അല്ല, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതിനനുസരിച്ചിട്ട് അതൊരു ഹിന്ദു വിശ്വാസിയാണ്. ആ വിശ്വാസി സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഞങ്ങൾ ഇടപെട്ടു. ഇവിടെ നിയമപരമായ കാര്യങ്ങൾ അതിന്റെ വഴിക്ക് പോകുമ്പോൾ അത് ഹിന്ദു വിശ്വാസമാണ്, ഹിന്ദു വിശ്വാസത്തിനെതിരാണ് എന്ന് വരുത്തുന്നത് എന്തിനാണ്? ആ നിയമപരമായിട്ടുള്ള ഒരു കാര്യം മുന്നോട്ട് പോകുമ്പോൾ ഹിന്ദു വിശ്വാസത്തെ എതിരാണെന്ന് വരുത്തിത്തീർക്കാനല്ലല്ലോ ഞങ്ങൾ ശ്രമിച്ചത്. നിയമത്തിന്റെ സംവിധാനത്തോട് മുന്നോട്ട് പോയെങ്കിൽ ഈ തരത്തിലേക്കുള്ള ഒരു ഇഷ്യൂലേക്ക് വരില്ല. മുസ്ലിം തീവ്രവാദികളാണ് ഇതിന്റെ പിന്നിലെന്നാണ് ആ മകൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു കൂവിയത്. അത് മകന്റെ വിഷമം, അത് മകനുമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതിനകത്ത് അതിന്റെ ഗ്രാവിറ്റി, അതിന്റെ അനുസരിച്ചിട്ട് ആ മെറിറ്റും ആ കാര്യത്തിലേക്ക് നോക്കണം. അവിടെ ഞങ്ങളിന്ന് ആ സ്ഥലത്ത് ഞങ്ങൾ കണ്ടൊരു കാര്യം, ഞങ്ങളിന്ന് ആ സ്ഥലത്ത് ആ വിഷയവുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ഒരു 12:30 മണിക്ക് ഞങ്ങളവിടെ എത്തുന്ന സമയത്ത് കാണുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സ്ഥലത്ത് ഒരു 100ഓളം പേര് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വലിയൊരു സംഘർഷാവസ്ഥയുടെ ഒരു സാഹചര്യമാണ് നിൽക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു മനുഷ്യരുടെ ഒരു ആശങ്കയാണ് അതിനകത്ത്. അത് നിങ്ങൾ ഇതിനെ എതിർത്തപ്പോൾ ഉണ്ടായതല്ലേ? ഇത് അവിടെ ആ നടപടികൾ നടന്നു പോവുകയാണ് എങ്കിൽ ആ ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നോ? മനഃപൂർവ്വം ഇതിനെ ഒരു സംഘർഷത്തിലേക്ക് നയിക്കാൻ അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം വിഷയമാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നതാണ് ആക്ഷേപം. ആരുടെ ആക്ഷേപമാണ്? ആരാണ് അങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നത്? അങ്ങനെ ഒരു സാധ്യത അവിടെ കണ്ടുകൊണ്ടാണ് ഇന്നത്തെ നടപടികൾ പോലും നിർത്തി. ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ട് അധികൃതർ ഇന്ന് ആ നടപടികൾ പോലും നിർത്തിവെച്ച് മടങ്ങേണ്ടി വന്നത് അതുകൊണ്ടാണ്. അങ്ങനെയുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നു എന്ന് മനസ്സിലാക്കും. അവിടെ ജനാധിപത്യ രീതിയിൽ ആ അമ്മ, അദ്ദേഹത്തിന്റെ ഭാര്യ ഓ നമശിവായ എന്നുള്ള മന്ത്രം ഉരുവിട്ടതാണ് ഇവിടുത്തെ നിയമലംഘന വെല്ലുവിളി എന്ന് പറയുന്നത്. അവിടെ ഇന്ന് പരിശോധനയ്ക്ക് വന്നപ്പോൾ അത് നടന്നില്ല എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. നാളെ അപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടിയതുപോലെ നോട്ടീസ് കൊടുത്ത് അധികൃതർ എത്തിയാൽ കേൾക്കാമോ? അദ്ദേഹത്തിന്റെ ഫോൺ കട്ടായിരിക്കുകയാണ്. ശ്രീ